ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സോയാബീൻ്റെ ഫ്രൈ ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. സോയാബീൻ കഴിക്കാത്ത പിള്ളേർക്കാണെങ്കിലും ഇതുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ സോയാബീൻ ആദ്യം എടുത്തിട്ട് നമുക്ക് നല്ലോണം തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ടിട്ട് വേണം സോയാബീനെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് തിളച്ചോട്ടെ. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന് ശേഷം സോയാബീൻ അങ്ങോട്ട് ഇത്തിരി നേരം അതൊന്ന് കിടന്ന് തിളയ്ക്കണം. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണ വരെ. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മറ്റൊരു പാനിലേക്ക് മാറ്റണം. ആ പാനിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചേക്കാം. ഞാനിവിടെ 2 കപ്പാണ് എടുത്തേക്കണത് തണുത്ത വെള്ളം. എന്നിട്ട് ഈ സോയാബീൻ എടുത്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അതായത് ഈ സോയാബീൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഒരു ഇത്തിരി ഇങ്ങനെ പിഴിയുമ്പോൾ കുറച്ച് പത പോലെ വരും. അതങ്ങ് പോകണം. അതുപോലെ ഒന്ന് പിഴിഞ്ഞ് നന്നായി പിഴിഞ്ഞങ്ങ് എടുത്തിട്ട് എല്ലാം നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 5-6 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുക. സോയാബീനിലേക്ക് ഒരു 5-6 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് ഓരോ വീട്ടിലും എന്തോരം എരിവ് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഗരം മസാലപ്പൊടി, കറിവേപ്പില. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. എല്ലാ വശത്തും മസാല ഒരേപോലെ പിടിക്കുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തെടുത്ത് കൊടുത്തതിന് ശേഷം മാത്രം ഒന്ന് പൊത്തി വയ്ക്കുക. ഒരു 15 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 15 മിനിറ്റ് കഴിഞ്ഞു. 15 മിനിറ്റിന് ശേഷം ഞാനത് എടുത്താക്കാണ്. ഇനി നമുക്കൊരു പാൻ അടപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാണ്. റൈസ് ബ്രാൻഡ് ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വരട്ടെ. ഇത്തിരി വേപ്പിലയും ഒരു 3-4 കഷ്ണം പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം സോയാബീൻ പുരട്ടി വെച്ചത് എടുത്ത് എല്ലാ ദിശയിലും വിതറിയിടുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. ഒരിത്തിരി നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം അതൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ അതുപോലത്തെ കോട്ടിങ് അങ്ങോട്ട് പോവും. ചെറിയ തീയിലിടുക. ഒരുപാട് ഹൈ ഫ്ലെയിം ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയത്തിലോ അല്ലെങ്കിൽ തീരെ കുറച്ചിട്ടോ ഫ്ലെയിം ഇട്ടതിന് ശേഷം ശരിക്കും ഫ്രൈ ആയിട്ട് വരട്ടെ. അതിനുശേഷം മാത്രം നമുക്ക് കോരിയെടുക്കാം. നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ പാൻ എടുത്തിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുവിധം ഒന്ന് ആയി വരുന്നുണ്ട് കേട്ടോ. ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് നമുക്കത് കോരിയെടുക്കാം. ഞാനത് കോരി എടുത്തിട്ടുണ്ട്. അടുത്ത ട്രിപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതോടെ പതുക്കെ ചെറിയ തീയിൽ കിടന്നിട്ട് റെഡി ആവട്ടെ. ഞാൻ കോരി എടുത്തതൊന്ന് വീഡിയോയിൽ കാണിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ വീഡിയോയിൽ ഫുള്ള് കവറായിട്ട് കിട്ടിയില്ല. അത് സാരമില്ല, ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ.
ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ പരുവം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ശ്രമം പാളി. അപ്പോൾ ഇതും കൂടി ഒന്ന് നമുക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. വളരെ കുറച്ച് സമയം മതി കേട്ടോ, ഒരുപാട് സമയമൊന്നും പോകുമൊന്നുമില്ല. പിള്ളേർക്കൊക്കെ ചോറിൻ്റെ കൂടെയാണെങ്കിലും കഴിക്കാം, ചുമ്മാതെ കഴിക്കാം. നല്ല ഇഷ്ടം തോന്നുന്ന ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ കഴിക്കാത്ത പിള്ളേർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാവും. നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഇതും കൂടി ഒന്ന് കോരിയെടുക്കാം. ഞാനൊരു ഇച്ചിരി വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. ഇനി അത് ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് ആവും. ഒരുപാട് തണുക്കാൻ നിൽക്കരുത്. ഒരുപാട് തണുക്കുന്നതിന് മുമ്പ് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുക. ദേ എങ്ങനെയുണ്ട്, കണ്ടിട്ട് കൊള്ളാം അല്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാവും. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിലൊക്കെ ഒന്ന് പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇവിടെ മോനും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും ഇതൊരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.